ഇവിടുന്ന് അങ്ങോട്ട് കാണില്ല, ഫുൾ മഞ്ഞാണ്. മഞ്ഞായിട്ട് ഒന്നും കാണില്ല. ഇതിന്റെ സൗണ്ടൊക്കെ മാറി. അതിൻ്റെ ഒരു മധുരാണെങ്കിലോ ഷുഗർ പേഷ്യൻസിനൊന്നും കഴിക്കാൻ കഴിയില്ല. അമ്മാതിരി മധുരം അത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. കാരണം ആന ഇറങ്ങിയപ്പോൾ ചെക്കന്മാർക്ക് പോകേണ്ടി ഇവലെ കാണാനില്ലാത്തതുകൊണ്ട് ഓൾക്ക് എന്തെങ്കിലും കാട്ടിയിട്ട് ഓൾക്ക് നാട്ടിലേക്ക് പോകണം. അപ്പോൾ ഓലെ കടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളും കുടുങ്ങി. ആ ആന കയറി ഇങ്ങോട്ട് വന്ന് വീട്ടെടുക്കാനുള്ള മൂടൊക്കെ പോയി പേടിച്ചിട്ട് ഒന്നും ചെയ്യാൻ നിന്നില്ല അവള്. കാരണം ഇവല എങ്ങനെയെങ്കിലും ബൈക്കും കടത്തണമല്ലോ, ഇവലും ഉണ്ട് ബൈക്കും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെ വണ്ടി കൊണ്ടുപോയി കടത്തി. ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ആ അവസ്ഥ അതേന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു വന്നു. അപ്പോൾ ഇതിന് ഇരുട്ടായി. ജോസഫും ശ്രീഷ്ണവും വന്നു. അപ്പോൾ ഞങ്ങൾ ഫോൺ കാര്യങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ തീർത്ത് ഇനി വേഗം പോട്ടെ. ഇനി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഫെൻസിങ് ഒന്നും ഓണാക്കിയിട്ടില്ലേനി. ഇപ്പം നല്ല ഉഷാറായിട്ട് വർക്കിംഗ് ആണ്. അപ്പോൾ ആന ഇതിൻ്റെ ഉള്ളിൽ കയറില്ല, നല്ലൊരു വിശ്വാസമുണ്ട് അല്ലേ ജോസഫേ? അപ്പോൾ നല്ല പവറാട്ടോ. നെയ്ച്ചോറ് കറിയൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവിടെ എന്താ ഉള്ളത്? മസാലകളാണ്, കോഴിക്കറിക്കുള്ള മസാല കേട്ടോ. ചിക്കൻ അതാടെ റെഡിയാണ്. നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ നമ്മൾ ഒരേ അടി ചമ്മന്തി ഉണ്ടാക്കാനേ തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കാൻ കോടോ ഏതല്ലേ കോട കണ്ടോ? വീഡിയോ കിട്ടുണ്ടോ? കിട്ടുന്നുണ്ട്. വേറെ മൂട്. ഇവിടെ ചമ്മന്തി അരച്ചോണ്ടിരിക്കണം, നല്ല പരിപാടിയാണ്. അപ്പൊ നെയ്ച്ചോർക്ക് ഇനി ചമ്മന്തി ഇല്ലാത്ത പോരായിന്ന് വേണ്ട. ജോസഫ് ഇതാ ചമ്മന്തി എടുക്കാൻ ഇറങ്ങിയിരിക്കും. ഒരു യുദ്ധം തന്നെയാണ്. കോടൊക്കെയാണ് പേരും കോടി. പാറമലൊന്ന് പോകട്ടെ ഭക്ഷണം കഴിച്ചിട്ട്. അതെ, ഫെൻസിങ് ഓണായോണ്ട് ധൈര്യമായിട്ട് പോവാ. ആന വരില്ല. ഉള്ള കോഴിക്കറി ദമ്മിട്ട് നെയ്ച്ചോറ്, പപ്പടം പൊരിച്ചണം. പഴയ വീടും തണുപ്പും എന്താ രസം എന്നറിയോ ഇവിടെ. അടിപൊളിയല്ലേ? ചോറെടുക്കാൻ മറ്റേ ആ തൊലയുള്ള എടുത്തോ. ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ഒന്നും പറയല്ല. നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പാണ്. അപ്പോൾ എല്ലാവരും കിടന്ന് ഞങ്ങൾ ഉറങ്ങട്ടെ. 11 മണിയായിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് വർക്കുകളൊക്കെ തീർക്കണം എന്തായാലും. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. 8 മണിയായിട്ടോ. അപ്പോൾ ജോസഫ് അതിൻ്റെ ഇടയിൽ നീച്ചി. ജോസഫും കൃഷ്ണവും പോയി, അവർക്ക് പണിയുണ്ട്. പോയി താറാണ്. കയറി പോലെ ജോസഫൊക്കെ വെള്ളം അടിക്കണം. വെയിൽ വന്നാലേ ഇന്ന് മഴക്കാറും കാണില്ല. ഇപ്പോൾ വെയിലാണെന്നുണ്ടെങ്കിൽ വെള്ളം അടിക്കാം. രാവിലെ എണീച്ചിട്ട് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പം നമുക്ക്. അപ്പോൾ ഇന്നലെയുള്ള മയത്തുള്ള വെള്ളമേ ഉള്ളൂ കുറച്ച്. അപ്പോൾ അത് നമുക്ക് ടോയ്ലറ്റിൽ പോകാനൊക്കെ ആവശ്യമുണ്ടാവും. സൂര്യൻ പൊന്തി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സോളാർ വർക്ക് ചെയ്യും. ഡയറക്റ്റ് മോട്ടർ ഡയറക്റ്റാണ് ഈ സോളാറായിട്ട്. അപ്പോൾ അത് ഇവിടെ എത്തണം. അതിൻ്റെ ഇടയിൽ മഴ ഇതാവും പോയി. ഇപ്പോൾ അങ്ങനെ ഇതുവരെ വെള്ളമടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറേ ആയി വെള്ളമടിക്കാൻ പറ്റാതായിട്ട്. സൂര്യനല്ല, നല്ല സൂര്യൻ ഉണ്ടെങ്കിലേ നമുക്ക് അടിക്കാൻ കഴിയുള്ളൂ. അപ്പം ഞങ്ങൾ തൽക്കാലത്തിന് അവിടെ ആ തോട്ടിലേക്ക് പോവാണ്. പല്ലേക്കലും മോകേക്കലൊക്കെ അവിടെ നിന്ന് നടത്താം. അത് ഫ്രഷ് ആയിട്ട് വരാൻ വെച്ചിട്ട്. ഫെൻസിങ് ഓഫാക്കിയിട്ടാണ് പോണേ. ഒരു ധൈര്യക്കമ്മ ഉണ്ട് മൊത്തത്തിൽ. ഫെൻസിങ് ഓഫാക്കിയാലും ഫെൻസിങ് ഓഫാക്കി പോവാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര പേടിയായി. ഞാൻ ആ കൊമ്പം ഇവിടുന്ന് പോകണില്ല. ഞാൻ അങ്ങോട്ട് പറയല്ലേ, ആ ആന ഇവിടുന്ന് പോകണില്ലാന്ന്. നമുക്ക് അതിൻ്റെ പ്രസൻസ് കിട്ടുന്നതുകൊണ്ടാണ് പറയുന്നത്.
അത് മുന്നിൽ കാണണമെന്നില്ല ആന എപ്പോഴും. ഇന്നലെ ആ ഓപ്പൺ പ്ലേസിലായതുകൊണ്ട് നമ്മൾ കണ്ടതാണ്, ഇത്രയും ദൂരമായതുകൊണ്ട്. അല്ലെങ്കിൽ കാണൂല. നല്ല പുല്ല് നോക്കി എന്തൊരു പെട്ടെന്ന് വളർന്നു നോക്കിയാ. ഫെൻസിങ് ഓഫാക്കിയ ഗ്യാപ്പിലൊക്കെ ചെയ്യണം. ബൂട്ടിട്ടോ മുന്നിൽ നടന്നേ. സനോടെ സന അങ്ങോട്ട് പോരെ. കുറഞ്ഞാണല്ലേ ആന കയറിയോ? അത് പേരക്കൊക്കെ ഉണക്കൊന്നുമില്ല കേട്ടോ. വേര് പോകുന്നുണ്ട്. വേര് വീണില്ല. ആന പോയാല് വീണോ മറിഞ്ഞാ നോക്കണം. കുറ്റി കളിക്കുന്നു ആനേ. ക്ലാസ് ചെയ്തപ്പോൾ ഇപ്പോൾ വീണേക്കാം. മേത്തോട്ട് പോകണുണ്ടോ പൊത്തുകൊണ്ടേ. പേരക്കൊക്കെ പോയിട്ടേ. പിന്നെ ആനക്ക് കയറാൻ പറ്റില്ല. ഫെൻസിങ് ഓണായിട്ട് നല്ല പവറല്ലേ ഫെൻസിങ്. ഇപ്പോൾ നല്ല പവറാട്ടോ ഫെൻസിങ് ഒക്കെ. ഇന്നലെ ഒരു അടി കിട്ടി, അടിപൊളിയായിട്ടുള്ള അടി. നല്ല അടിയാന്നല്ല കിട്ടി. അവിടെ വീണക്കുക പവറുണ്ട് ഫെൻസിങ്ങിന്റെ. തീർച്ചയായിട്ടും പോയി. നോക്കിയിട്ട് ആ മൂക്ക് പോലെ അവിടെ പോ. നല്ല സുഖം. പാറന്റെ കൂടെ ഇതിലൂടെ കയറാം. അച്ചകൾ ഒറ്റടിക്ക് ഇതായില്ലേ, ഒറ്റടിക്ക് മാറിയാലേ. എന്താ കവുങ്ങ കേടങ്ങ കേട് വന്നതാണ്. അതോടെ ഇതിൻ്റെ അടിയിലാവും. ആ വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് നിൽക്കാതെ ഒഴിവായി പോകും. തനുവിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. എൻ്റെ അല്ല പ്രശ്നം ഞാൻ എടുത്തില്ല. ഇരുത്തില്ല. തൽക്കാലം കൈ കൊണ്ട് വെക്കാം. ആ ഒരു ഈറ്റക്കൊണ്ടുണ്ടല്ലോ, അത് സീനാണ്. ഇവിടുന്നാണ് ആന ഇതിലങ്ങോട്ട് കയറലുണ്ടായി ആദ്യം. ആ കാട്ടിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇതിലടി കയറി. കുളിയും പല്ലുവേപ്പ് കഴിഞ്ഞു പറഞ്ഞത്. ഈ പണി കഴിഞ്ഞിട്ട് ഇന്നലത്തെ പോലെ നമുക്ക് കുളിക്കാൻ പോവാം.
അപ്പോൾ ആന കിട്ടുമല്ലോ. അതുവരെ ഞാൻ കാണേണ്ട ആവശ്യമില്ല. ഞങ്ങളത് ഇടയ്ക്കിടയ്ക്ക് കാണാനാണ്. വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആന കാണുന്ന വലിയ നിർബന്ധമൊന്നും ഞങ്ങൾക്കില്ല. ഓക്കെ, എപ്പോഴാണോ അവൻ്റെ മൂഡ് മാറാതൊന്നും പറയാൻ പറ്റില്ല. ഉണ്ടോ സാധനം ആ വലിയ തോട്ടിൽ ഇറങ്ങിട്ടോ. അതായത് അതിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലമുണ്ട്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങണ്ട. ഞങ്ങൾ ആ ഇതിലിങ്ങനെ ഫ്ലോറിൽ ഇങ്ങോട്ട് തോന്നിനി. ഇവിടെ ആകുമ്പോൾ അതിൻ്റെ ഉറവിടത്തു നിന്ന് തന്നെ ആനക്ക് കയറാൻ കഴിയില്ല കേട്ടോ, ഉറപ്പാ. ഓ അപ്പൊ ഇജ്ജ് തേച്ചില്ലേ? ഇജ്ജത്ത് അടുത്തിറക്കണ് വെറുതെ പോവേ. സനു മാത്രം ബ്രഷ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓൻ ഒന്നാമത് ലോങ് ജേണി പോണ ആളാണ്. അതുകൊണ്ട് അവൻ്റെ ബാഗിൽ എപ്പോഴും ബ്രഷ് ഉണ്ടാവും. ബ്രഷും പേസ്റ്റും മറ്റേ ഇതൊക്കെ ഉണ്ടാവും. ഓനെന്നും സ്ഥിരമായിട്ട് ട്രാവലറിലൊക്കെ യാത്ര ചെയ്യുന്ന ആളല്ലേ. പക്ഷെ എവിടെ യാത്ര ചെയ്താലും ഈ ഒരു സുഖം കിട്ടൂലല്ലേ സനോ? ഞങ്ങൾ രാവിലെ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ തീർത്തു. സോളാറിൽ കറണ്ട് വന്നാൽ മാത്രമേ നമുക്ക് വെള്ളം അടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അതിന് വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷേ വർക്കാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക, വർക്കിന് ഇറങ്ങട്ടെ. ഭക്ഷണം ഉണ്ടാക്കി, അല്ല ആ ഇന്നലത്തെ ഉണ്ടായിരുന്ന നെയ്ച്ചോറും കറി ഉണ്ടായി, അതൊക്കെ കഴിച്ചു. ഇനി വല്ല വർക്കിന് ഇറങ്ങട്ടെ കേട്ടോ. ഇവിടുന്ന് അപ്പോൾ അലകിയിട്ട് ഇങ്ങനെ പോവാം. വലിയ വില എടുക്കല്ലേ ഒന്ന് വലിയതോ? കറക്റ്റാണോ? ആ കത്തിനോട് കയറ് മുറിച്ചൂടെ? ആ കയറും അങ്ങനെ പണിക്കിറങ്ങാണ് കേട്ടോ. പുറത്ത് കടിച്ചാലേ കാറിൻ്റെ അടുത്ത് പോരെ മതി. ഇതിൻ്റെ മൂക്കല്ലേ ബേസ് തരാം. ഇപ്പൊ പിടിച്ചാതെ അടിച്ചാൽ പിടിച്ചാഞ്ഞാലേ പവർ ഇട്ടോളൂ. പിടിച്ചാതെ അടിച്ചാൽ അല്ലേ? എന്തെങ്കിലും വേറെ എനിക്ക് നോക്കി ഒന്ന് പോകണ്ടേ? ക്യാമറയുടെ
മഴക്കാറ് മൂടുണ്ട്. അങ്ങനെ നമ്മൾ അസിയാക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അസിയാക്ക് എന്ത് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര എത്തിയിട്ടുണ്ട്. മൂപ്പര കൂടെ മൂപ്പര ഒരു ഫ്രണ്ട് ഉണ്ട്, മഹമ്മദക്കാണ് മൂപ്പര വിളിക്കാറ്. അപ്പോൾ മൂപ്പരും ഉണ്ട് കൂടെ. നമ്മൾ ആമർ ഒന്ന് ചതിച്ചു. അതെ, വലിയൊരു പണി കിട്ടി. 2 കിലോൻ്റെ ആമർ ഇവിടെ ഉണ്ട് എന്നുള്ള കണക്കൂട്ടൽ വന്നേനി, അതില്ല. അപ്പോൾ നല്ല വാളിച്ചായ വാളി പഠിച്ചോനെ. മൂപ്പര അധികം ഇറങ്ങിയല്ലോ അട്ടാലേക്ക്. എന്തെങ്കിലും ഒരു പഴയ ആൾക്കാരല്ലേ പണി ഇങ്ങനെ എടുക്കണം എന്നുള്ള. ഏകദേശം ലെവലാക്കിയിട്ട് എടുക്കട്ടെ. കുത്തിയാ ഈ ബേസ് കയറ്റുക എന്ന് പറഞ്ഞതാണ് ഇതിൽ ഏറ്റവും വലിയ ചടങ്ങ്. കാരണമുള്ള മരം വെച്ച് കെട്ടി ആണി അടിച്ച് അയ്യോ അയ്യ. ഇങ്ങനെ ഒരു താഴ്ച ഉണ്ടോ? അപ്പോളേ നമ്മളെ അസിയാക്കിന്റെ കൂടെ നമ്മളെ മയമാക്കി വന്നു. മയമാക്കാന്ന് പറഞ്ഞാല് ഒരു സകല കലാ അതാണ് മൂപ്പര് അല്ലേ. മൂപ്പര് ലിഫ്റ്റ് ഒക്കെ ഉണ്ടാക്കണ മനുഷ്യനാണ്. അജാതി മൂട്. പ്രായം 65-70 അടുത്തിട്ടായിരുന്നു. എന്നാലും മൂപ്പര് അടിപൊളി മനുഷ്യനാണ്. മൂപ്പര് ഏർമാടം കെട്ടും, എല്ലാ പരിപാടിയും ഉണ്ട്. മൂപ്പരിപ്പോൾ ഒരു കൊല്ലമായിട്ട് മൂപ്പർക്ക് ചെറിയൊരു ബ്ലോക്കിന്റെ പ്രശ്നം വന്നിട്ട് ഇപ്പൊ ആ ഒരു പരിപാടി ഒരു കൊല്ലം ആയില്ലല്ലേ, 5-6 മാസമായിട്ടുള്ളൂ. അപ്പൊ മൂപ്പർക്ക് കുറേ വിചാരിക്കണം. അസീസ്ഖാന്റെ വലങ്കൈയാണ്, എപ്പോഴും ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കും. പക്ഷെ മൂപ്പർക്ക് നടക്കുകയില്ല. ഇന്നിപ്പം അസീസ്ഖാന്റെ കൂടെ വന്നു കണ്ടു, ഏർമാടം കണ്ടു അല്ലേ. മൂപ്പര് നല്ല അഭിപ്രായം പറഞ്ഞത്. മൂപ്പര് അഭിപ്രായം കിട്ടിയാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി. കാരണം നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് അത്രയും സകലകലാ വല്ലവനാണ്. ഈ പ്രായത്തിലും അങ്ങനെയാണ് മൂപ്പര്. അക്കാഡമിയിൽ റിസോർട്ടിലൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മൂപ്പര്. അപ്പം സെറ്റാണ് ആൾട്ടോ. മൂപ്പര് ഞാൻ കാണിച്ചു തരാം പോണതിന് മുമ്പ്. നേരത്തെ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം മൂപ്പര് ഓരോ ഐഡിയകൾ ഇങ്ങനെ പറയുന്നത് ഞാൻ അതിൽ ആയിപ്പോയി. ഇവര് രണ്ടാളും താഴത്തോടെ ഇത് കിട്ടണതിന്റെ ഇതിലും ആയിപ്പോയി. ഞാൻ മൂപ്പര് ഐഡിയകളൊക്കെ കേട്ടിങ്ങനെ നടക്കിയിരുന്നു കുറച്ച് നേരം. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പം അതിൽ ലയിച്ചു പോകും, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളാകുമ്പോൾ. അപ്പോൾ മൂപ്പര് അതിലിങ്ങനെ പോയി. അപ്പോൾ നമ്മളെ ആനല്ലേ, ആ ആനനെ മൂപ്പർക്ക് വീഡിയോ കണ്ടപ്പോൾ അറിയാം ഇത് മൂപ്പര് ഓടിച്ചിട്ടാണ്. മൂപ്പര് പറയുന്നത് ഇന്നപ്പെടുന്ന് ഈ പറമ്പെന്താണ്ട് ഓടിച്ചിട്ട് മൂപ്പര് ഓടി കഴിച്ചില്ല, ആ വീടിൻ്റെ ഉള്ളിൽ കയറിയതാണ്. അത് മൂപ്പർക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കേട്ടോ ഇവിടെ. അതൊക്കെ ഈ പറമ്പ് എടുത്ത കാലം മുതൽ മൂപ്പര് ഇവിടെ ഉണ്ട്. മൂപ്പരെ കൂടെ മൂപ്പര് അതൊക്കെ എത്ര ദിവസം ഇവിടെ നിന്നണോ അതേപോലെ തന്നെ മൂപ്പര് നിന്ന് അസിക്കുണ്ടെങ്കിൽ മൂപ്പരുണ്ടാവും. അതാണ് ഓല് രണ്ടാളും ഇങ്ങനെയാണ്. ആ ചെറിയൊരു കാലയളവ് മാത്രമേ ഉണ്ടാകുന്നിട്ടുള്ളൂ.
അതൊക്കെ എപ്പോഴും പറയും മയമാക്കുണ്ടെങ്കിൽ എൻ്റെ 2 കൈ ഉള്ള പോലെയാണ്. ഇപ്പം ഞാൻ കുറച്ചൊന്ന് തളർച്ചയിലാണ്. മൂപ്പരുണ്ടെങ്കിൽ ഞാൻ സെറ്റാണ് മൂപ്പര് പറയും. മൂപ്പരെ പരിചയപ്പെടുത്തിയിട്ട് നല്ലൊരു അടിപൊളി മെമ്പറാണ്. നമ്മൾ പറ്റാളാണ്. അങ്ങനെ വന്ന സമയത്ത് ഫുഡും കൊണ്ട് വന്നു. മൂപ്പർക്ക് ഇപ്പൊ കഴിയാണെന്നുണ്ടെങ്കിൽ മൂപ്പര് എന്താ ചെയ്യാറിയോ, മൂപ്പര് ഇത് ഫുള്ള് ഈറ്റ വെച്ചിട്ട് കിട്ടും. മൂപ്പരുടെ അടുത്ത് വേറെ എന്തോ ടെക്നിക്ക് ഉണ്ട്. പക്ഷെ നമുക്ക് കഴിയൂല, അറിയാത്ത കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. നമ്മൾ എക്സ്പേർട്ട് ആയിട്ട് കെട്ടിയൊന്നല്ല. നിങ്ങൾക്ക് അറിയാലോ നമ്മൾ എത്ര ഏർപാടപടെ കെട്ടിയത്. നമ്മളതിന് മാത്രം ഏർപാട പഠിക്കാറതല്ല നമ്മള്. അത് പറയുമ്പോ ചെറിയ നമ്മളിപ്പോ അതിന്റെ ഒരു ആൾക്കാരായി ഇപ്പൊ പോയി. അപ്പൊ ആ ബേസ് ഏകദേശം പണി നടക്കട്ടെ. ഇപ്പൊ പൊറാട്ട ആയിക്കട്ടെ. ഒരു വന്നപ്പോ കൊണ്ടുവന്ന പൊറാട്ടയും ബീഫുണ്ട്. അപ്പം മഴ പെയ്തു. തലേക്ക് വെള്ളം ചിന്തും. എന്താ മഴ. ഫുൾ വെള്ളം ഒലിക്കണ്ടല്ലോ. പുറത്ത് നല്ല മഴ, എന്നാലും നല്ല തകൃതിയായിട്ട് പണിയെടുക്കണ്ടേ. ആ വരുന്നതാണ് നമ്മളെ അങ്ങനെ ഇവര് പോവാണ്. ഹസാക്കി മയമാക്കി പോവാണ്. ഇതാണ് നമ്മളെ പറഞ്ഞ മുതലിട്ടോ. ഇതാണ് നമ്മളെ പറഞ്ഞ മുതൽ. നമ്മളെ 2 വീടിന് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളെ മെയിൻ പരിപാടി ഇതല്ലേ. അതെ, ഇതാണ് ആ മുതൽ. മൂപ്പരെ ഒരുപാട് വിക്രസുകൾ നിങ്ങൾ കാണാൻ കിടക്കുള്ളൂ. ഇപ്പം കാണാൻ പറ്റുന്ന സാഹചര്യമല്ല. മൂപ്പര് കുറച്ച് ദിവസം റെസ്റ്റിലാണ്. അത് കഴിഞ്ഞ് മൂപ്പര് പൂർവാധി ശക്തിയോടുകൂടി തിരിച്ചു കിട്ടും. അപ്പം നമ്മുടെ റോപ്പിൻ്റെ പണിയൊക്കെ ഉണ്ടാക്കും മൂപ്പര് എടുക്കുന്നത്. തെറ്റാണ് ആള്. അതുപോലെ തിരിച്ചു പോവാണ്. അയ്യോ, ആ 2 മരം കൂടി മുറിച്ചിന് പണി നീങ്ങളാ. റിമീസ് അതിന്റെ മുകളിലുള്ളത്. ഇന്റെ മോനെ എന്ത് സൗണ്ട് നോക്കിയാ. മഴയാണ്, ഗംഭീര മഴയാണ് പെയ്യണേ. അപ്പൊ ഇവര് പോവാൻ റെഡി ആയി നിൽക്കട്ടെ രണ്ടാളും. ക്ലൈമറ്റ് മാറി. ഇതിന് ശരിക്കും പറഞ്ഞു നിങ്ങളെ കാണുന്നതിന് മുമ്പ് നിങ്ങളെ അഭാവത്തിൽ നമ്മൾ കുറെ പറഞ്ഞു. അതിന് ശേഷമാണ് നിങ്ങളെ കാണിച്ചു വെക്കുന്നത്. ഇന്റെ മോനെ സൗണ്ട് കാറ്റ് തന്നെയാണ്. കാറ്റാണ് സ്വർഗത്തിൽ കാറ്റുവേളം അടിക്കുന്നുണ്ടോ. പക്ഷെ ഇങ്ങോട്ട് വരില്ല, സമാധാനം ഉണ്ട്. ആ മരം സൗണ്ട് കേൾക്കണ്ട നിങ്ങള് കാറ്റടിച്ചതിന്റെ. രമീസ് ഭാഗം ഒറ്റയ്ക്ക് ഇരിക്കട്ടോ. പറഞ്ഞു മുമ്പിലേക്കല്ലേ. ഇല്ല, ഞങ്ങളാണ് പോണെന്തായാലും. അല്ല ജീപ്പ് കാറ് ഓപ്പണം. ഓടെ പറ്റില്ല.
മയമാക്കനെ കാണിച്ചില്ല. കാറ്റാ അമ്മോ, ആ ചങ്ങായി അവിടെ എന്തേക്കും ഓന്റെ ഫോണുമില്ലല്ലോ. അത് നോക്കി ആ ഹൈറ്റിലല്ലേ പോണെ, ആ തെങ്ങിന്റെ ഹൈറ്റല്ലേ. ആ ഫീല് കിട്ടവിടെ കുറേ പറയാണ്ടാവും. ഞങ്ങളെ ബീഫ് അപ്പൊ അസിയാക്കി അടുത്ത വീട് തിരിച്ച് പെട്ടെന്ന് വരും. ഇതൊക്കെ എന്നാ ഇങ്ങോട്ട് നല്ല തണുപ്പായല്ലോ. നമുക്ക് സെറ്റല്ലേ? അപ്പൊ നമുക്ക് റോപ്പ് ചെയ്യണം. ഓക്കെ, ഞങ്ങൾ പോയി വരും. ഓക്കെ, പോയോക്കട്ടെ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പോയി വരാം. ഓക്കെ ഓക്കെ.